അവിടെ നിൽക്കുന്നുണ്ട് ഇവരെന്നാന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഞാൻ നേരത്തെ ആക്കിയ മതി കേട്ടോ. എന്താ മഞ്ഞോണ് ല്ലേ ഒരു പെണ്ണെ ഇത് റെക്കോർഡാവുണ്ട്. എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ള വട്ടാക്കെ ആദ്യമായിട്ട് ഞാൻ കണ്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഫോട്ടോ എടുക്കാതെ വരാത്ത ഗേൾസിന്. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് റൈസ്. അപ്പോൾ നിങ്ങൾ തംബ്ലൈന് കണ്ട മാതിരി തന്നെ നമ്മളിതാ ഒരു ബ്രൈഡ് ടു ബി ഷൂട്ട് എടുക്കാൻ വേണ്ടി പോവാണ്. മുറിഞ്ഞമാടാണ് സ്ഥലം. അപ്പോൾ നമ്മൾ ബ്രൈഡും ടീമും ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ അവിടെ എത്താമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോവാണ്. ഞാൻ ഫറോക്ക് ഭാഗത്തു നിന്നാണ് പോകുന്നത്. ഫറോക്ക് കോളേജ് ടു നമ്മളെ അയിഞ്ഞിലം കാരാട് വഴി അങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മളിതാ കാരാട് നിന്ന് ഇങ്ങനെ നേരെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെ നമ്മളിത് അവിടെ പുഞ്ചമ്പാടെത്തി. പുഞ്ചമ്പാടത്ത് നിന്ന് നേരെ പോവുകയാണ്. പിന്നെ റിസൾട്ട് വന്നൊരു ദിവസമായിരുന്നു, അത് 13-ാം തീയതി. അപ്പോൾ നമ്മളവിടുന്ന് നല്ല ബ്ലോക്ക് കിട്ടി വിചാരിച്ച് കുറച്ച് നേരത്തെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാക്കോട് എത്തിയിട്ടുണ്ട്. ചെറുതായിട്ട് പാർട്ടി പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ അവരുടെ പടക്കം പൊട്ടിക്കലും എല്ലാം കഴിഞ്ഞ് നമ്മളിതാ നേരെ പോവാണ്. എടവണ്ണപ്പാറന്ന് സ്ട്രെയിറ്റാണ് നമുക്ക് പോകേണ്ടത്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ ചീക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സ്ഥലം കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഇനി ഒരു 3 കിലോമീറ്റർ അവിടെ എത്താണ്ട്. അപ്പം ഞാനൊന്ന് വണ്ടി വെറുതെ നിർത്തി കുറച്ച് ഫോട്ടോസും ഒരു വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച്. ഇതിന് മുന്നേ ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് മാസം മുന്നേ വന്നപ്പോൾ നല്ല പച്ചപ്പ് കാര്യങ്ങളായിരുന്നു. ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് ഉണങ്ങിയിട്ടുണ്ട്. നമുക്കിതാ ഈ ഏരിയയിലേക്കാണ് എത്താനുള്ളത്. ഈ കാണുന്ന സ്ഥലത്ത് നമുക്ക് എത്തിയിട്ട് വേണം ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോവാം. ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു കട്ടിങ് കാണാം. ബോർഡൊക്കെ എഴുതിയിട്ടുണ്ടാവും. മുക്കം എന്ന് പറഞ്ഞ സ്ഥലം എന്നൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ ഒരു പാലം കാണാൻ പറ്റും. ആ പാലത്തിൽ നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. പക്ഷേ എന്താണ് ഈ വണ്ടി കാര്യങ്ങളൊക്കെ നിർത്തിയിടുമ്പോൾ ശ്രദ്ധിക്കുക. അത്ര പാർക്കിംഗ് സ്പേസ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഈ പാലം കയർന്ന് നമ്മൾ കുറച്ച് മുന്നോട്ട് കൊണ്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ചെറിയൊരു അങ്ങാടിയായിട്ടുള്ള സ്ഥലങ്ങൾ കാണാൻ പറ്റും. അവിടുന്ന് നേരെ നമുക്ക് ലെഫ്റ്റാണ് എടുത്ത് പോകേണ്ടത്. ഈ ലെഫ്റ്റ് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത്ര സ്പീഡ് പോവാതെ ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ നമുക്ക് പെട്ടെന്ന് അടുത്ത ലെഫ്റ്റ് കട്ട് ചെയ്യാനുണ്ടാവും. നമുക്കിത് ആ ബൈക്ക് തിരിഞ്ഞാണ്ടില്ലേ, അവിടുന്ന് നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകണം. ഇവിടുന്ന് ഞാൻ പണ്ട് വന്നപ്പോൾ അത്യാവശ്യം റോഡ് കുറച്ചൊരു ഇതായിരുന്നു. ഇപ്പം റോഡ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സെറ്റായിട്ടുണ്ട്. എന്നാലും നമ്മൾ സൂക്ഷിച്ച് പോകുക. അതേമാതിരി ഇവിടുന്ന് പോകുമ്പോൾ ശ്രദ്ധിക്കുക. ഒരു ഓപ്പോസിറ്റ് ഒരു കാറൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളും കാറിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് പെട്ടെന്ന് ഇതാവാൻ കഴിയില്ല. ഈ കവുങ്ങൻ തോട്ടത്തിൻ്റെ അവിടെ നിന്ന് നമുക്ക് റൈറ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. ആ റൈറ്റ് എടുത്തപ്പോൾ തന്നെ ലെഫ്റ്റിലേക്ക് ഒരു കട്ട് കാണാം. അങ്ങനെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ കുറച്ച് സ്ട്രെയിറ്റ് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ പേ പാർക്കിംഗ് എന്ന് പറഞ്ഞ ഒരു കാറിൻ്റെ ഒരു സ്ഥലം കാണാൻ പറ്റും. പോവില്ലേ അവിടെ. അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചാൽ നമ്മളെ ബൈക്കൊക്കെ ഏകദേശം സെൻറ്റർ വരെ പോകുന്നതാണ്. അപ്പോൾ ഓഫ് റോഡ് ബൈക്ക് കാര്യങ്ങളുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഞാനിവിടെ എന്തായാലും ഇവിടെ തുടക്കത്തിൽ തന്നെ വണ്ടി നിർത്തിയിട്ട് നടക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ബ്രൈഡും ടീംസ് എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടെ നേരെ ഇറങ്ങി കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്ത കുറച്ച് ക്ലിപ്സ് ഞാനിതിൽ ആഡ് ചെയ്യാമെന്നാണ്. നല്ല വെയിലാണ്, അതാണ് മോന്ത അങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ കുറച്ച് വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കണ്ടു നോക്കിയാലോ. നിൽക്കുന്നുണ്ട് ഇവരെന്നാന്ന് തോന്നുന്നുണ്ട് നമ്മളെ ബ്രൈഡിൻ്റെ ടീംസ്. അങ്ങനെ നമ്മളെ ബ്രൈഡിൻ്റെ ടീംസ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവരെന്നാണ് കേട്ടോ നമ്മളെ ബ്രൈഡിൻ്റെ ടീം.
ആദ്യമായിട്ട് ഞാൻ കണ്ട് ഫോട്ടോ എടുക്കാൻ വന്നിട്ട് ഫോട്ടോ എടുക്കാതെ വരാത്ത ഗേൾസിന്. സൗന്ദര്യം ആസ്വദിക്കോ, പ്രകൃതി ആസ്വദിക്കോ. അങ്ങനെ അതാ കുറച്ചു നേരം സ്ഥലങ്ങളൊക്കെ നോക്കി നമ്മൾ നടന്ന് അങ്ങനെ ഇവിടെ എത്തി. ഒരു സ്ഥലം നമുക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് അങ്ങനെ ക്യാമറ കാര്യങ്ങളൊക്കെ റെഡിയാക്കാണ്. ഇവിടെ നിന്ന് എടുത്ത ഫോട്ടോസും വീഡിയോസും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. വീഡിയോസിന് ഞാൻ എന്തായാലും കോപ്പറേറ്റ് കിട്ടാത്ത സോങ് ആണ് ആഡ് ചെയ്യുന്നത്. വേറൊരു സോങ് വെച്ചിട്ട് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കയറി നോക്കി നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷൂട്ട് തുടങ്ങിയാലോ? ഇരുന്നോ, ഫസ്റ്റ് ഇരുന്നോ. അല്ല, രണ്ടാൾക്കാർ ഇവിടെ ഇങ്ങനെ ഇരിക്കും. കുറച്ച് ഇവിടെ ഇരിക്കുന്നവര് ബ്രൈഡിനെ ലുക്ക് ചെയ്യണം കേട്ടോ. ഇവിടെ ഇരിക്കുന്നവര് ബ്രൈഡിനെ ലുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഇന്നെ ലുക്ക് ചെയ്യാം. അല്ല, ബ്രൈഡിനെ ഫസ്റ്റ് ബ്രൈഡിനെ ലുക്ക് ചെയ്തോളിയല്ലേ. അങ്ങോട്ടൊക്കെ ബ്രൈഡിനെ ലുക്ക് ചെയ്യില്ല. ഫസ്റ്റ് എല്ലാവരും ബ്രൈഡിനെ ലുക്ക് ചെയ്യും. അത് നമുക്ക് ഇപ്പൊ തൽക്കാലം ഇപ്പൊ നമുക്ക് അറിയില്ലോ. ബ്രൈഡ് ഇന്ന ലുക്ക് ചെയ്യും. ബ്രൈഡ് ഇവിടേക്ക് ലുക്ക് ചെയ്താൽ മതി. ബാക്കിയുള്ളവർ ബ്രൈഡിനെ ലുക്ക് ചെയ്താൽ മതി. കുറച്ച് എന്തെങ്കിലും ഇതാക്കി കണ്ട് നെട്ടിനാരിയോ അല്ലേ, അങ്ങനെയൊക്കെ കൊടുക്കി. ഇത് വെറും നിങ്ങള് മറ്റേ അസംബ്ലിക്ക് നിൽക്കണവരുണ്ട്. ഓക്കെ അല്ലേ? വാ ശ്രീദേവി. ഇതൊക്കെ ഏതാ? അവിടെ നിന്നോ. അവിടെ ഒരു ഗ്യാപ്പുള്ളു. ഓക്കെ, ഞാൻ പറഞ്ഞ ചെയ്യട്ടോ. ബ്രൈഡ് ഇങ്ങോട്ട് ലുക്ക് ചെയ്തോ. ബ്രൈഡിനെ എല്ലാരും ബ്രൈഡിനെ ലുക്ക് ചെയ്തിട്ട് വേറെ ചെയ്യാം. ബ്രൈഡ് ഇങ്ങോട്ട് ലുക്ക് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? ആക്കിയോ. എന്തെങ്കിലും കാക്ക്. എല്ലാരും എന്തെങ്കിലും കാക്ക്. നിങ്ങളെ മറ്റേ സ്റ്റെപ്പൊക്കെ ഇല്ല നിങ്ങൾക്കുള്ള എന്തെങ്കിലും ഇടികള്. ഇതേമാതിരി ഒന്നുകൂടി ഇട്ടോ. ഫോട്ടോസ് ഉണ്ട്, എന്നാലും എടുത്തേക്കാനാ. ഒന്നുകൂടി ഈ തട്ടിട്ട രണ്ടാമത്തെ കുട്ടി ലേശൊരു ഫേസ് ഇങ്ങോട്ട് കൊടുക്കട്ടോ. റീഫ ഓക്കെ അല്ലേ? അത് എടുക്കാം. ഇത് ജസ്റ്റ് ഒന്നും കൂടി ആക്കി. ഞാൻ നേരത്തെ ആക്കിയാ മതി കേട്ടോ. എന്താ മഞ്ഞൂണ്. ഓക്കെ, റെഡി അല്ലേ? ആക്കി വിളി. ഇത്ര നേരം നിങ്ങൾ കണ്ടത് ഫോട്ടോസ് എടുക്കുന്നതിൻ്റെ വീഡിയോകളാണ്. ഇനി നമുക്ക് കുറച്ച് വീഡിയോസ് അങ്ങനെ എടുക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കാണാം. സ്റ്റെപ്പ് കൺഫേം ആയില്ലേ? ഒരു പെണ്ണെ, ഇത് റെക്കോർഡാവുണ്ട്. എനിക്ക് യൂട്യൂബിൽ ഇടാനുള്ള ലൈവ് അല്ല, കട്ട് ചെയ്തിടാനാണ്. വട്ടാർക്ക് ആയില്ലേ?
അത് കുറച്ച് ഇതായിരുന്നാ മതി. അന്നെ കാണില്ല. ഈ ഇവിടെ തോയ്ക്ക് അന്നെ ഇവിടെ ഓളെ കാണില്ല. ആ ആ ഒന്ന് കറക്ക് ഒന്നോ ഫ്രെയിം എടാ കുറച്ചടുത്തേക്ക് ഈ അവിടെന്നോ ഓക്കെ. ആ വിരലും കൊടുത്താൽ മതി. എൻ്റെ വിരലും കൊടുത്താൽ മതി. എൻ്റെ വിരലും കൊടുക്ക്. ആ തൊട്ടാൽ മതി. അതാ മക്കൾ സുഖത്ത്. ആ അങ്ങനെ കുറച്ച് ഹൈറ്റിൽ വന്നിച്ച് കൊടുക്കും. ഓളെ രണ്ടുള്ള ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് ഇതാക്കാനില്ല. മുഫി ലേശം അടുത്ത് ഊരി വെക്ക്. ഊരാൻ ഊരിക്കോ. കാല് കാണുന്നില്ലല്ലോ. പിടിക്കായ്യോ. മുഫി ലേശം അടുത്ത് വെക്കോ. ഓക്കെ അല്ലേ? കറങ്ങൂലേ? ആയില്ലേ. ഓക്കെ റെഡി അല്ലേ? ഒന്നുകൂടി കറങ്ങി. ആ ഫേസും അന്റെ ഫേസ് കിട്ടില്ല. ഒരു കറങ്ങുന്ന ടൈമിൽ അങ്ങോട്ട് കിട്ടില്ല. അതിലെ വെറുതെ കറങ്ങില്ല, തലറ്റു. അപ്പുറത്ത് നിന്നോ. ഈ അപ്പുറത്ത് നിന്നോ. ഇവിടെ നിന്നാ മതി. ഇവളെ അടുത്ത് നിന്നാ മതി. ഈ കുട്ടീൻ്റെ അടുത്ത് നിന്നാ മതി. ഇവിടെ അല്ല, അപ്പുറത്ത്. റെഡി അല്ലേ? മുഫിയ എന്തേ ആക്കിട്ടോ. ഓക്കെ കറക്കിയോ. അതിന്റെ തലക്കൊരു കുത്തൊടുക്ക്. അത് ചെയ്യ നോക്ക്. ഒന്നുകൂടി കറങ്ങി കേട്ടോ. ഞാൻ കാണിച്ചത് ഇതിനെന്നെ ശ്രദ്ധിച്ചോണ്ടിട്ട് എല്ലാരും. ഇത് ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ആക്കാം. ഞാനത് സൂം ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിടും. കുഴപ്പമില്ലല്ലോ ആർക്കും. യൂട്യൂബിൽ ഇട്ടുണ്ടെങ്കിൽ കുഴപ്പമുണ്ടാവോ? ഞാൻ അങ്ങനെ പരപ്പനങ്ങാടി വരെ അടിച്ചു വേണ്ട കേട്ടോ. അതിന്റെ ചെറുതിന്റെ ഇനി സെലികുമാറിന്റെ കളി കളിക്കാതെ അവിടെ പോയിക്ക്. അതിലിങ്ങനെ നിന്ന് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഈ കളിക്കുന്ന കളി മാറണ്ടേ. അതാണ് പ്രശ്നം. നിന്നോ രസം കുഴപ്പമില്ല. അവിടെ നിന്നോ. ഇങ്ങനെ ആക്കിയാലും മതി. കുറച്ച് ബാക്കോട്ട് ഞാൻ എന്ത് പറഞ്ഞാലും ഇങ്ങോട്ട് നോക്കരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്കരുത്. ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കും. നിങ്ങളെന്ത് സംസാരിക്കും. ഞാൻ പറയുമ്പോ കടന്നാൽ മതി. ജസ്റ്റ് ഇങ്ങോട്ട് നോക്കി സംസാരിച്ചോ. ആ കടന്നോ. ഓളെ നോക്കി കിടക്ക്. ഓക്കെ. ഈ കുട്ടി ഇങ്ങോട്ട് വാ. മുഫി ഇപ്പുറത്തേക്ക്. എന്നിട്ട് ഈ ഇപ്പുറത്തേക്ക്. ആ കുറച്ച് നിങ്ങളെല്ലാരും അവിടെ നിൽക്കണമല്ലോ. നിങ്ങൾ കുറച്ച് ഉള്ളോട്ടേക്ക് രണ്ടാള്. ആ നിങ്ങൾ രണ്ടാളും അവിടെ നോളി. ഈ രണ്ടാളും കുറച്ചും കൊണ്ട് കൊണ്ടിട്ട് വാ. കറങ്ങിയോ. ചിരിക്കും. ബാക്കിയുള്ളവർ ചിരിക്കും. നിങ്ങളെ കൂടെ വന്നല്ലേ അത് തോണിയിലുള്ളത്. നിന്നോ. നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു വന്നപ്പോൾ അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. അപ്പം ഞാൻ റിസൾട്ട് ഇവിടെ നിങ്ങൾക്ക് ഇടാട്ടോ. അപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടാ.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.